ഒരാളെയും നമുക്ക് മുൻകൂട്ടി അളക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സാധാരണ ആള് മതി ഒരു വലിയ ഇൻഡസ്ട്രിക്ക് തുല്യമായ ഒരു എന്താ പറയാ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. തീർച്ചയായും തീർച്ചയായും ഈ കഴിവ് എപ്പോഴാ പുറത്തു വരാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ അളവുകോല് വെച്ച ആളുകളെ നോക്കിക്കാണും. അതെ, പക്ഷെ സാഹചര്യം വരുമ്പോൾ അവരിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ലെവല് കാണാം. നിങ്ങൾ പറഞ്ഞ അനുഭവത്തിലെ കാര്യം അത് നല്ലൊരു ഉദാഹരണമാണ്. അതെ അതെ. അപ്പൊ ആ പ്രധാന ആശയം അത് തന്നെയാണല്ലോ, മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നുള്ളത്. ആ ഉദാഹരണത്തിലേക്ക് വരുന്നതിന് മുൻപ് എന്തുകൊണ്ടായിരിക്കും ഈ കഴിവുകൾ പലപ്പോഴും ആദ്യം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്? അത് അവസരം കിട്ടാത്തത് കൊണ്ടാണോ, അതോ ആളുകളുടെ ഒരു രീതി മാറുന്നത് കൊണ്ടാണോ? രണ്ടും വരാം. ചിലപ്പോൾ ശരിയായ അവസരം, ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കാണില്ല. മറ്റു ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു വിഷയത്തോട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് ഒരു പ്രത്യേക കണക്ഷൻ, ഒരു ക്ലിക്ക് വരണം. ഓഹോ. ഈ ഉമർ ഉസ്താദ് എന്ന് പറയുന്ന ആളുടെ കാര്യത്തില് ഇത് രണ്ടുണ്ടായെന്നാ എനിക്ക് തോന്നുന്നത്. പുള്ളി ബിസിനസ്സിലേക്ക് വരുന്നത് തന്നെ അപ്രതീക്ഷിതമായിട്ടാണ്. ആണോ? അതേ ഒരു മരുമകൻ വഴിയുള്ള ഒരു പരിചയത്തിലൂടെയാണ്. എന്നിട്ട് തുടക്കത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല, വളരെ പതുക്കിയായിരുന്നു. പുരോഗതിയൊന്നും ഇല്ലായിരുന്നു. അതെ, വലിയ പുരോഗതിയൊന്നുമില്ല. ഒരുപക്ഷേ ആ സമയത്ത് പുള്ളി ചുമ്മാ കാര്യങ്ങൾ നോക്കിക്കാണുകയായിരിക്കും, പഠിക്കുകയായിരിക്കും. ആയിരിക്കാം. അപ്പോ ഈ തുടക്കത്തിലെ ആ ഒരു സ്ലോ പേസിന് ശേഷം പെട്ടെന്നൊരു മാറ്റം വരുന്നു. എന്തായിരുന്നു അത്? ശരിക്കും എന്താ സംഭവിച്ചത്? അതാണ് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. പുള്ളിക്ക് ആ ഒരു ബിസിനസ് ഐഡിയ അത് ശരിക്കും അങ്ങ് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റി. അതിനോടൊരു താദാത്മ്യം വന്നു. ഓഹോ, മനസ്സിലായി. അതൊരു വഴിതിരിവായിരുന്നു ശരിക്കും. അതിനുശേഷം നടന്ന് നമ്മൾ വിശ്വസിക്കില്ല. ആ ഒരാള് കാരണം ഏകദേശം 9 കോടിയുടെ ബിസിനസ് വോളിയം ഉണ്ടായി. 9 കോടി? അതെ, ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 12 കോടിയൊക്കെ വരും അത്. എന്റെ ദൈവമേ, ഒരാളിലൂടെ മാത്രം 12 കോടിയുടെ ബിസിനസ്സോ? അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ശരിയാണ്. ഈ ഒരു തുകയുടെ വലുപ്പം അത് മനസ്സിലാക്കാൻ ആ കുറിപ്പിൽ വേറെ ചില താരതമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. കാരണം വെറുതെ 9 കോടി എന്ന് കേട്ടാൽ അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് കിട്ടില്ല. ഇല്ല. ഈ പറയുന്ന 9 കോടിയുടെ ബിസിനസ് വോളിയം എന്ന് വെച്ചാൽ, അതായത് ആ കാലത്ത് നടന്ന മൊത്തം കച്ചവടം, അത് നമ്മുടെ നാട്ടിലെ ഒരു മീഡിയം സൈസ് ഹൈപ്പർ മാർക്കറ്റില്ലേ, ഉണ്ട്. അത് ഏകദേശം ഒരു 5 വർഷം കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലാണ്. ആണോ? 5 വർഷം കൊണ്ടോ? അതെ. അല്ലെങ്കിൽ ഒരു ചെറിയ ഫാക്ടറി, അതിന്റെ ഒരു കൊല്ലത്തെ ടേൺ ഓവറിനേക്കാൾ കൂടുതൽ വരുന്നത്. കൊള്ളാം. അപ്പൊ ശരിക്കും ആ വ്യക്തി ഒരു സ്ഥാപനം പോലെയായി മാറി. അതെ അതെ. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ആ വ്യക്തി ഒരു സെയിൽസ്മാൻ എന്നതിനപ്പുറം ഒരു ഇൻഡസ്ട്രി തന്നെയായി മാറിയെന്ന്. ശരിക്കും ഒരു വൺ മാൻ ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ തുടങ്ങിയ ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. വ്യക്തികളിലെ ആ ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ അല്ലേ? ഇത് വെറും കച്ചവടത്തിന്റെ കണക്ക് മാത്രമല്ലല്ലോ ഇതിന് പിന്നില്. അല്ലേ അല്ല. ഈ ഒരു വളർച്ചയ്ക്ക് കാരണം കഷ്ടപ്പാട് മാത്രമല്ല. ചിലപ്പോ ആളുടെ ഒരു യുണീക്ക് സ്റ്റൈല്, അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകാനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ ബിസിനസ്സിനോടുള്ള ഒരു പാഷൻ, ഇതൊക്കെ ഘടകങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായും. സാഹചര്യം ഒത്തുവന്നു, പുള്ളിയുടെ കഴിവും പിന്നെ ആ വിഷയത്തോടുള്ളൊരു വൈകാരികമായ അടുപ്പം, അതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഈ ഒരു അത്ഭുതം സംഭവിച്ചത്. ശരിയാണ്. ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലാവും പുറത്തു വരുന്നത്. ചിലപ്പോൾ കലയിലാവാം, ചിലപ്പോൾ സാമൂഹിക കാര്യങ്ങളിലാവാം, ടെക്നോളജിയിലാവാം, പറയാൻ പറ്റില്ല. ശരിയാണ്. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ഓർമ്മയിലോ അനുഭവത്തിലോ ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ? തുടക്കത്തിൽ ആരും അത്ര ഗൗനിക്കാതിരുന്നിട്ട് പിന്നെ വലിയ രീതിയിൽ വളർന്നു വന്ന ആളുകൾ, നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ അത്രം വളർച്ചകൾ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മളീ പറഞ്ഞ പോലെ പൈസയുടെ കണക്ക് മാത്രമല്ലല്ലോ ഒരാളുടെ ഇമ്പാക്റ്റ്. അതെ, വേറെ എത്രയോ വഴികളുണ്ട്. ചിലപ്പോ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായിട്ട്, അല്ലെങ്കിൽ പുതിയ ഐഡിയകൾ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരാൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ പറ്റും. ഏതൊക്കെ അദൃശ്യമായ വഴികളിലൂടെയാണ് ഈ സ്വാധീനം വരുന്നത്? ഇതൊക്കെ നമുക്ക് ഇനിയും ആലോചിക്കാവുന്ന കാര്യങ്ങളാണല്ലേ? തീർച്ചയായും. തുടർന്നും ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വിഷയം തന്നെയാണിത്.